മാർ പാമ്പ്ലാനിക്ക് തലയ്ക്ക് സുഖമില്ലാത്ത ഒരു വ്യക്തിയാണോ? ഇത് ഞാൻ ചോദിച്ച കാര്യമല്ല, ഇന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു ചോദ്യമാണ്. ബിഷപ്പുമാർ അരമനയിൽ സുഖജീവിതം നയിക്കുന്നു, നല്ല കാര്യം. മെത്രാന്മാർ അറസ്റ്റ് ചെയ്യപ്പെടാറില്ല, അതും നല്ല കാര്യം. അവർ പ്രധാനമന്ത്രിയെയും പ്രസിഡന്റിനെയും കണ്ട് കാപ്പി കുടിച്ച് കൈകൊടുത്ത് പിരിയുകയും ചെയ്യും. കുഷ്ഠരോഗികളെ ശുശ്രൂഷിച്ചിരുന്ന നല്ല ക്രൈസ്തവരായ ഒരു പിതാവും 2 മക്കളും ചുട്ടരിക്കപ്പെട്ടപ്പോൾ അവർക്ക് വേദനിച്ചിട്ടുമില്ല. ഒറീസയിൽ പാവപ്പെട്ടവരായ ക്രിസ്ത്യാനികളെ ക്രൂരമായി വധിച്ചപ്പോഴും ഒരു സന്യാസിനിയായ നമ്മുടെ സഹോദരിയെ ആൾക്കൂട്ടം ബലാത്സംഗം ചെയ്തപ്പോഴും അവർക്ക് വേദനിച്ചിട്ടുമില്ല. പാർക്കിൻസൺസ് രോഗമുള്ള ഒരു വൃദ്ധ സന്യാസ വൈദികൻ വെള്ളം കുടിക്കാൻ ഒരു സ്ട്രോ പോലും നിഷേധിക്കപ്പെട്ട് ജയിലിൽ മരിച്ചപ്പോഴും അവർക്ക് വേദനിച്ചില്ല. അവർ നീണ്ട മേലങ്കിയും ചുവന്ന അരക്കെട്ടും ധരിച്ച് ഇഫ്താർ വിരുന്നുകളിലും ഗവർണർമാരുടെയും മുഖ്യമന്ത്രിമാരുടെയും സൽക്കാരങ്ങളിലും അഗ്രാസനങ്ങൾ ആഗ്രഹിക്കുകയാണ്. ചില ധ്യാന ഗുരുക്കന്മാർ മത്സരിച്ച് പഴയവരെ ഔട്ടാക്കിയ പുതിയ ബിസിനസ് മോഡലുമായി വന്ന് കാനഡയിലേക്കും ഓസ്ട്രേലിയയിലേക്കും ജർമ്മനിക്കുമുള്ള വിസ ഏജന്റുമാരുമായി പ്രവർത്തിക്കുകയാണ്. സ്വർഗരാജ്യത്തിന്റെ വിസ ആരും പ്രസംഗിക്കുന്നില്ല. പാസ്റ്ററൽ വർക്ക് ചെയ്യേണ്ടിയിരുന്ന ഇടവക വൈദികർ പണം വാരുന്ന കത്തോലിക്ക വിരുദ്ധമായ ഉടനടികൾ എടുപ്പിച്ചും മാമോദീസ മുങ്ങി ദൈവമക്കളായവർക്ക് വേറെ ഉടനടി വേണ്ട. രൂപങ്ങളിൽ മാലയിടിച്ചും നേടുന്ന സ്നപ്പത്തിന്റെ ഒരു വീതം ബിഷപ്പ് ഹൗസിലേക്ക് നൽകിയാൽ അവർ ശീഷ്മയ്ക്ക് എതിരായി മിണ്ടുകയില്ല. കുറേയൊക്കെ മാനസാന്തരം പ്രസംഗിച്ചിരുന്ന സന്യാസ ഭവനങ്ങളോട് ചേർന്നുണ്ടായ ധ്യാന കേന്ദ്രങ്ങളുടെ പ്രശസ്തിയിൽ അസൂയ കൊണ്ടാണോ ഇടവക വൈദികർ വ്യക്തി കേന്ദ്രീകൃതമായ ധ്യാന കേന്ദ്രങ്ങളും ഉടമ്പടികളും തുടങ്ങിയത്? ചിലർ പുത്തൻ ആൾദൈവങ്ങളായി മാറി ദിവ്യത്വം നേടുകയാണ്. അതിനെല്ലാം പുറമെ കർത്താവിന്റെ സജീവ സാന്നിധ്യമുള്ള വിശുദ്ധ കുർബാനയെ അവഹേളിച്ച വൈദികരെ മെത്രാന്മാർ സംരക്ഷിക്കുകയാണ്. എറണാകുളം രൂപതയിൽ ഇടയ്ക്കിടയ്ക്ക് നടക്കുന്ന കുർബാന അധിക്ഷേപം മെത്രാന്മാരെ ഒരു വിധത്തിലും വേദനിപ്പിക്കുന്നുമില്ല. സഭയോടൊത്ത് മെത്രാൻ സിനഡിന്റെ നിർദ്ദേശങ്ങൾക്കൊത്ത് നിരന്തരം നിലനിൽക്കുകയും അതിനുവേണ്ടി വലിയ വില കൊടുക്കുകയും ചെയ്ത വൈദികരെ വിമത വൈദികർക്ക് വേണ്ടി ചതിക്കുകയാണ്. കർത്താവെ, ഇടപെടണമേ. ഈ അരാജകാവസ്ഥയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ് വിശ്വാസികൾ മൊത്തമായി പ്രാർത്ഥിക്കുന്നത്.